ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാണെങ്കിലേ ഇച്ചിരി ലേറ്റായിട്ടാണ് എണീറ്റത്. ഇപ്പം ആണെങ്കിൽ രാവിലേക്ക് എണീക്കാൻ വലിയ മടിയാണ് കേട്ടോ. പിള്ളേർക്കൊന്നും സ്കൂളിൽ പോകണ്ട, അത് കാരണം ഭയങ്കര മടിയാണ്. അവരെല്ലാം ഉറങ്ങും കേട്ടോ. അത് കാണുമ്പോൾ എനിക്കും എണീക്കാൻ തോന്നത്തില്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇന്ന് ചേട്ടന് 9 മണിയാകുമ്പോൾ പോയാൽ മതി. അതാണ് പിന്നെയും ഞാനൊരു 6:15 ആയിട്ടാണ് എഴുന്നേറ്റേ. പുറത്ത് ഞാൻ കാണിച്ചതാണെങ്കിലേ ഇന്നലെ ഒരു ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നേ. അപ്പം ചെടികളെല്ലാം നല്ല പോലെ നനഞ്ഞ് നല്ല ഭംഗിയിൽ നിൽക്കുന്നു കേട്ടോ. അതാണ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തന്നത് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം തന്നെ ചോറ് വെക്കാനുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ചത്. അതാകുമ്പോൾ നമ്മൾ അരി കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് തീ നോക്കിയാൽ മതി. നമ്മൾ ബാക്കി പണി തീരുമ്പോഴത്തേക്കും ചോറ് വെന്ത് കിട്ടും കേട്ടോ. ഇനിയാണെങ്കിൽ ഇന്നാണെങ്കിൽ ഞണ്ട് റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രീസായിരിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടി എല്ലായിടത്തും വെള്ളം ഒഴിച്ച് വെക്കുവാണേ. ഇന്ന് പുട്ടും കടലക്കറിയാണ് കാപ്പിക്ക്. അപ്പോൾ ആ കടലയും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടിനുള്ള ചോറ് ഞാൻ ഫ്രീസ് ചെയ്ത ചോറാണ് എടുക്കുന്നത്, ചോറ് ചേർക്കുന്നത്. അതാകുമ്പം ഞാനതും ഒന്ന് തണുപ്പ് മാറാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തലേന്ന് കഴുകിയ പാത്രങ്ങളെല്ലാം അതത് സ്ഥാനത്ത് പറക്കി വെച്ച് ചേട്ടൻ്റെ കട്ടൻ ചായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആരും അങ്ങനെ എന്നെ ശല്യം ചെയ്യാൻ വരത്തില്ല, ഇതെടുത്താന്നും പറഞ്ഞ്. അപ്പം നമുക്ക് നമ്മുടേതായ പണികൾ ചെയ്യാം. പിന്നെ വീഡിയോ എടുക്കുന്ന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി ഓടി നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഞാൻ കടലക്കറിക്ക് കടല അങ്ങ് വേവാൻ വെക്കുകയാണേ. പിന്നെ ഇതാ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം ഞാൻ തലേന്നേ നന്നാക്കി വെക്കും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എല്ലാ പണികളും പെട്ടെന്ന് കഴുകി ഈ ഉള്ളിയൊക്കെ വൃത്തിയാക്കി എടുക്കാൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ. പിന്നെ ഞാനെന്തെങ്കിലും കടലക്കറി വെക്കുമ്പോൾ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം ഞാൻ അതിനകത്ത് അങ്ങ് ചേർക്കത്തുള്ളൂ. ഞാൻ ഇഞ്ചി ചേർക്കത്തില്ല കേട്ടോ. എനിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. കറികളിലൊന്നും അധികം ഇഞ്ചി ചേർക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് കാരണം ഞാൻ ഇഞ്ചി ചേർക്കത്തേ ഇല്ല. പിന്നെ വെളുത്തുള്ളി മാത്രമേ ചേർക്കത്തുള്ളൂ, ചുമന്നുള്ളി. പച്ചമുളകും ഞാനിങ്ങനെ ചേർക്കത്തില്ല. പിന്നെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നില്ലേ, അത് അന്നേരം പിന്നെ എരി കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പച്ചമുളകും ചേർക്കത്തില്ല. പിന്നെ ദാണ്ട ചുമന്നുള്ളി എല്ലാം ഒന്ന് വലിയതെല്ലാം ഒന്ന് ചെറുതാക്കി രണ്ടായിട്ട് മുറിച്ച് അങ്ങ് കടലയ്ക്കകത്ത് ഇടുവാണേ. ഇതൊക്കെ നമ്മൾ തലേന്നേ ഈ ഉള്ളിയൊക്കെ നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഒരുപാട് പണി കുറഞ്ഞ് കിട്ടും കേട്ടോ. രാവിലെ എണീറ്റിട്ട് നമ്മൾ ഉള്ളി വൃത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണി ഒന്നും നടക്കത്തില്ല. അത് ഒരുപാട് സമയം എടുക്കുന്ന ജോലിയാണ് കേട്ടോ. അങ്ങനെ ദാണ്ട കടലയൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഞണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് ബാക്കിയുള്ള ഉള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനാണെങ്കിൽ ഈ ഞണ്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ സവാളയും ചേർക്കും, ചുമന്നുള്ളിയും ചേർക്കും കേട്ടോ. നിങ്ങൾ ഇനി വെക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ചുമന്നുള്ളി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കറിക്ക്. നല്ല ആ ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെയാണ്. വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞണ്ടിന് കഴിക്കുമ്പോൾ ചിലവർക്കൊക്കെ വയറ്റിന് ഗ്യാസൊക്കെ വരത്തില്ലേ, അത് കാരണം ഞാൻ വലിയൊരു കഷ്ണം ഇഞ്ചിയും നല്ലൊരു പിടി വെളുത്തുള്ളിയും അതിനകത്ത് ചേർക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ അരിഞ്ഞെടുക്കാൻ ഇച്ചിരി പാടല്ലേ, വെളുത്തുള്ളി ഇഞ്ചി ചുമന്നുള്ളി ഇതൊക്കെ. അത് കാരണം ഞാൻ എല്ലാം കള്ളിലിട്ട് ഇടിച്ചാണ് എടുക്കുന്നത്. ഞാൻ ഇറച്ചിക്കറി വെക്കുമ്പോഴും ഇതാണ് കേട്ടോ. എല്ലാം ഞാൻ കല്ലിലിട്ട് ഇടിച്ചെടുക്കത്തേ ഉള്ളൂ. എനിക്ക് മെനക്കെട്ടിരുന്ന് അരിയാൻ വയ്യ കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഒരു തക്കാളിയും കൂടെ വേണം കേട്ടോ. അതും കൂടെ പിന്നെ അരിഞ്ഞെടുക്കാം. അതോടെ കയ്യോടെ ഞാൻ ഈ കല്ലങ്ങ് കഴുകി വെക്കുകയാണേ, അല്ലെങ്കിൽ ഓരോന്ന് കൂടി വരും. നമ്മുടെ ഈ സിങ്കിനൊരു പ്രത്യേകതയുണ്ട്. അത് എപ്പോൾ നോക്കിയാലും അതിൽ പാത്രം കാണും. ഒരു അക്ഷയപാത്രം പോലെ അത്. എപ്പോൾ നോക്കിയാലും പാത്രം കഴുകാൻ കാണും. എത്ര വൃത്തിയാക്കിയിട്ടാലും നമുക്കൊരു പണിയാണ് ഈ സിങ്ക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഞണ്ട് റോസ്റ്റ് ചെയ്യാനേ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയിട്ട് കടു ഇട്ട് അടച്ചു വെച്ച്. കാര്യം എന്ന് വെച്ചാൽ കടു ഇവിടെ എല്ലാം അങ്ങ് പൊട്ടി വൃത്തികേടാവും കേട്ടോ. പൊട്ടിത്തെറിച്ചിട്ട് എണ്ണയും കടുവും എല്ലാം കൂടെ. അത് കാരണം ഞാൻ എപ്പോഴും അങ്ങനെ കടു പൊട്ടിക്കാൻ നേരേ ഓർക്കുമ്പോഴല്ല, ചിലപ്പോൾ ഞാനങ്ങ് മറന്നു പോകും അടച്ചു വെക്കാൻ കേട്ടോ. വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അതൊന്ന് ചെറിയതായിട്ടൊന്ന് മൂത്ത് വരുമ്പം ബാക്കി നമ്മൾ ഉള്ളിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടില്ലേ അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണേ. നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് ഉപ്പും ഇട്ട് ഇനി ചെറിയ തീയിലാക്കി നമ്മളൊന്ന് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം നന്നായിട്ട് കുഴമ്പ് പോലെ ആവണം ഈ റോസ്റ്റിനെ. ഇങ്ങനെ ചെറുതായിട്ട് വാടിയാൽ പോരെ, നന്നായിട്ട് വാടണം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് തോരൻ വെക്കാനുള്ള പച്ചക്കായാണ്. സാധാരണ ഞാൻ തോരൻ വെക്കാൻ തലേന്ന് അരിഞ്ഞു വെക്കുന്നതാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇനി പച്ചക്ക ആയത് കാരണമാണ് ഞാൻ അരിഞ്ഞു വെക്കാഞ്ഞത്. അതിനൊക്കെ നമ്മൾ പച്ചക്ക അരിയുമ്പോഴേ അന്നേരം തന്നെ വെള്ളത്തിനകത്തോട്ട് അങ്ങിടണം കേട്ടോ. അല്ലെങ്കിൽ ഒരു കറ ഇങ്ങനെ കറുത്തിട്ട്
പച്ചക്കട കളറങ്ങ് മാറും കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഉള്ളി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ്ട് ഉള്ളിയെല്ലാം ഒരുവിധം വാടിയപ്പോൾ ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു. തക്കാളിയും നല്ല കുഴമ്പ് പോലെ ആവണം, എന്നാലേ ഇതിനൊരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതാണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും തക്കാളി എല്ലാം എന്താ നല്ല കുഴാന്നായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 സ്പൂൺ മുളക് പൊടിയും ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 3/4 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും ഇത്രയാണ് ചേർത്തത്. ഇനി ഇത് നല്ല പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇടുക. പിന്നെ നമ്മുടെ ഞണ്ടുണ്ടല്ലേ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അതും ഇട്ട് ഈ അരപ്പെല്ലാം അതിനകത്ത് നന്നായിട്ട് കോട്ട് ചെയ്ത് വരണം. കണ്ടോ, ഇതേ കണക്ക് നന്നായിട്ട് അതിനകത്തെല്ലാം പിടിക്കണം. എന്നിട്ട് നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളിങ്ങനെയൊക്കെ വെക്കുന്ന കറികൾക്കൊക്കെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഞണ്ട് വേവാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മളിതാണെങ്കിൽ ഒരുപാട് വെള്ളം പോലല്ല വെക്കുന്നത് കേട്ടോ. അപ്പോഴേ അത് ഞാൻ ഒരു ചെറിയ തീയിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഞണ്ട് അവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് കടലക്കറി വെക്കാം. കടലക്കറിക്കാണെങ്കിൽ കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് പൊടികളെല്ലാം ചേർത്ത് അതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇത്രയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി കടലയും ഇട്ട് അത് ഒന്ന് വേവാൻ വേണ്ടി വെച്ച് ഉപ്പും ഇട്ട് വെച്ചേ. ഇനി ഞാൻ ഇതിനകത്തോട്ടേ ഇന്ന് തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല, കടലയും അരച്ച് ചേർക്കുന്നില്ല. പകരമാണെങ്കിൽ നമ്മുടെ വറുത്ത പൊടി ഉണ്ടല്ലേ അത് ഇച്ചിരി അരച്ച് ചേർക്കുകയാണ്. അല്ലാത്തപ്പോൾ ഞാനാണെങ്കിൽ കടലയും അരച്ചിച്ചിരി ചേർക്കും, തേങ്ങാപ്പാലും ഒഴിക്കുകയാണ് പതിവ് ചെയ്യുന്നത്. ഇന്നിപ്പം വറുത്ത പൊടി ഉണ്ടായത് കാരണം ഞാൻ വെച്ചിട്ട് വറുത്ത പൊടി ചേർക്കാമെന്ന് കേട്ടോ. അങ്ങനെ ഞാൻ കടലയ്ക്ക് തേങ്ങ വറുത്ത് അതും ഒന്ന് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഇരുന്ന് പെയ്യനെ ചെറിയ തീയിലിരുന്ന് നന്നായിട്ട് കുറുകി വരണേ. നമ്മൾ ഈ തേങ്ങ വറുത്തത് ചേർക്കുവാണെങ്കിൽ പിന്നെ തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാൻ ഞണ്ട് കറിക്കകത്താണെങ്കിലേ ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരു ഇച്ചിരി പുളിയുടെ കുറവുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനിയാണെങ്കിൽ നമുക്ക് ഞണ്ട് കറിക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം, പിന്നെ തോരന് തേങ്ങ വേണം. അത് കാരണം ഞാൻ തേങ്ങയൊക്കെ അങ്ങ് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇത് ഞണ്ട് കറിക്കുള്ള തേങ്ങാപ്പാൽ എടുക്കുവാണേ. ഞാൻ ഈ തേങ്ങാപ്പാലിന് പിഴിയുന്ന ഈ തേങ്ങ ഉണ്ടല്ലേ അതങ്ങ് തോരനരക്കത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വേറെ ഇനി തേങ്ങയൊന്നും എടുക്കത്തൊന്നുമില്ല. നമ്മൾ കൈവച്ചല്ലേ പിഴിയുന്നത്, മിക്സിയിലിട്ടൊന്നും അടിച്ചൊന്നും എടുക്കുമല്ലേ. അപ്പോൾ അതിനകത്ത് അത്രയ്ക്കങ്ങ് പിഴിഞ്ഞൊന്നും പോരത്തില്ല. നമ്മൾ എത്ര ബലം പ്രയോഗിച്ചാലും അതിനകത്ത് തേങ്ങയുടെ അംശം കാണും, പാലിൻ്റെ അംശം കാണും. അത് കാരണം ഞാനത് അങ്ങനെ അങ്ങ് എടുക്കത്തുള്ളേ. പിന്നെ ഇത് അവസാനം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇച്ചിരി കറിവേപ്പിലയും ഇച്ചിരി കുരുമുളക് പൊടി ഇടണേ. ഇതാണ്ട് നല്ല നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ്ട ഒരിത്തിരി ഗ്രേവിയോടാണ് ഞാൻ എടുത്തത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ വേറെ കറികളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോഴ് ചേട്ടന് ചോറ് കൊടുക്കണം, ചോറ് തിന്നാൻ വേണ്ടി, അപ്പം കഴിക്കാൻ വേണ്ടിയുള്ള വേണമല്ലോ. അത് കാരണം ഞാൻ ഇച്ചിരി ഗ്രേവി വെച്ചത് കേട്ടോ. പിന്നെ ഇതാണ്ട് തോരൻ വെക്കാൻ ഞാനാണെങ്കിൽ വൻപയർ പച്ചക്കായൂടെ വെക്കാനേ അത് വൻപയർ കഴുകി അടുപ്പത്ത് വെച്ച് പിന്നെ ഇതാണ്ട് പച്ചക്കായും ഇപ്പുറത്ത് അടുപ്പിനകത്തോട്ട് കടുക് പൊട്ടിച്ച് മുളകും വറ്റൽമുളകും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അവിടെ അടച്ച് വെച്ച് പയർ വേകുമ്പോഴത്തേക്ക് പച്ചക്കായും വെന്ത് കിട്ടും. ഇനി നമുക്ക് തോരനുള്ള അരപ്പ് റെഡിയാക്കാണേ. അപ്പം തോരനാണെങ്കിൽ ഞാൻ നേരത്തെ പാൽ ഒഴിഞ്ഞ് വെച്ച തേങ്ങ ഉണ്ടല്ലേ അതാണ് എടുത്തത്. പിന്നെ അതിനകത്തോട്ട് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഇത്രയാണ് ചേർത്തത്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വെക്കാം നമുക്ക് കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ ഇനിയും ഇച്ചിരി തേങ്ങയും കൂടെ തിരുമണം, അത് പിന്നെ തിരുമാന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അരിയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ അടച്ചിട്ട് ഇതാണ്ട് ഞാൻ നേരത്തെ ഫ്രീസ് ചെയ്ത ചോറുണ്ടല്ലോ അത് നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോഴേ നമ്മൾ സാധാരണ ചോറ് ഇങ്ങനെ പിഴിയുമ്പം അങ്ങ് കുഴക്കട്ട പോലെ ആവത്തില്ല, ഇതങ്ങനെ ആവത്തില്ല കേട്ടോ. നല്ല പയർ പോലെ അടക്കാം. ഒരു 2 വട്ടം ഒന്ന് ക്രഷ് ചെയ്താൽ മതിയേ. ഇതാണ്ട് നല്ല പൊടി പോലെ ആയി കിട്ടുക. നമ്മൾ സാധാരണ ചോറ് മാത്രം എടുത്ത് ഫ്രീസ് ചെയ്ത ചോറ് നമ്മൾ ആക്കുമ്പോഴാണെങ്കിൽ അതെന്താ കുഴക്കട്ട പോലെ ആയി വരും കണ്ടോ. ഇതിപ്പോൾ നല്ല മാവ് പോലെയാണ് കിട്ടുന്നത് നമ്മൾ ഫ്രീസ് ചെയ്ത ചോറ് ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ. എത്ര തുറക്കാൻ നോക്കിയിട്ട് ആ ബക്കറ്റ് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നേ. അതാണ്ട് ഞാൻ ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണേ. വീട്ടിൽ തന്നെ എന്ന് വെച്ചാൽ നമ്മൾ കഴുകി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുന്ന പൊടിയാണ്, ഞാൻ മേടിക്കുന്നതല്ല. അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി അരിപ്പൊടി, ഇതിപ്പം ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. മറ്റേ നല്ല തരിതരിപ്പോടുകൂടി പൊടിച്ചെടുത്ത കാരണമാണ് ഞാൻ ഈ പൊടി ചേർത്തത്, വേറെ പൊടി ഇല്ലായിരുന്നേ.
ഇടിയപ്പത്തിനാണ് ഞാൻ പൊടിച്ച് വെക്കുന്നത് സാധാരണ കേട്ടോ. അതൊക്കെ പോട്ടെ. ഇതാ നമ്മുടെ തോരന് അരപ്പൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അരപ്പ് നമ്മൾ അങ്ങനെയല്ലേ നമ്മൾ അരച്ച ജാറൊന്ന് കഴുകി ഒഴിച്ചില്ല ഒരു എന്തോ ഒരു സമാധാനക്കേടാ. അപ്പോൾ അങ്ങനെ ഞാൻ ആ അരപ്പ് കഴുകി ഒഴിച്ചിട്ടുണ്ട്. പുട്ടും വെച്ചിട്ടുണ്ട് അടുപ്പിൽ കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി പാത്രങ്ങൾ കിടന്നത് അതൊക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാത്രം കഴുകിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ സിങ്ക് നിറഞ്ഞ് തിളുമ്പി അത് പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റാത്ത കണക്കാവും. അത്രയ്ക്ക് പാത്രമാവും, അവിടെ എല്ലാം അങ്ങ് നിരക്കും. അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാത്രം കഴുകിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അതെ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാട്ടി തരട്ടെ. ഇതിപ്പോൾ വെക്കേഷൻ അല്ലേ, അപ്പോൾ എൻ്റെ മോളുടെ ഒരു കലാസൃഷ്ടിയാണേ. എന്താ കൊള്ളാവോ? ഇത് പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതിൻ്റെ മുകളിലത്തെ ആ ബോൾ പോലെ ഇരിക്കുന്നുണ്ടോ, അത് പേപ്പറാണ് കേട്ടോ. വൈറ്റ് പേപ്പർ വെച്ചിട്ട് അതിനകത്ത് ലൈറ്റൊക്കെ കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അമ്മാളും ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയിൻറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ ചെയ്യാറുണ്ട് എൻ്റെ കുഞ്ഞ് കേട്ടോ. അതാണ്ട് ചേട്ടനുള്ള ചോറൊക്കെ വിളമ്പി കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിച്ച് അപ്പോഴത്തേക്ക് ഞാൻ ചോറൊക്കെ വിളമ്പുവാണേ. അതാ കറിയൊക്കെ വിളമ്പി ഇനി ചേട്ടനെ വിട്ടിട്ട് വേണം ബാക്കി പണികളൊക്കെ ചെയ്യാൻ. അങ്ങനെ ചേട്ടനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി അടുക്കളയെല്ലാം ഞാൻ ഇടയ്ക്ക് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തുടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എന്താ അവസാനത്തെ കുറ്റി പുട്ടും അടുപ്പത്തിരിക്കുന്നേ, അതും കൂടെ ഒക്കെ ഒന്ന് മാറ്റി ഇനി പാലൊക്കെ കാച്ചി അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് അടുക്കളപ്പണിയൊക്കെ ഒരുവിധം തീരും കേട്ടോ. അങ്ങനെ എന്താ പാല് കാച്ചാൻ വെച്ചിട്ട് ഇതാണ്ട പാലിൻ്റെ പാത്രവും പിന്നെ ഒരു 2 പാത്രവും കൂടെ ഉള്ളു എനിക്ക് കഴുകാൻ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കാപ്പി കുടിച്ച പാത്രങ്ങളൊക്കെ ഉള്ളു. മക്കളൊക്കെ ഇനി ഇച്ചിരി കഴിഞ്ഞ് ഇപ്പോൾ ഒന്നും ഉറക്കം എണീറ്റിട്ടില്ല അവർ കേട്ടോ. 9 മണിയൊക്കെ 9:30 ആകുമ്പോഴാണ് ഇപ്പോൾ ഉറക്കം ഇനിയിപ്പോൾ. അപ്പോഴത്തേക്ക് കൊടുത്താൽ മതിയല്ലോ. ഞാൻ ഇതെല്ലാം കഴുകി വെച്ച് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മാളും എണീറ്റിട്ട് TV ഇട്ട് സിനിമ ഇട്ട് അത് ഞാൻ ഇച്ചിരി നേരം അങ്ങോട്ട് പോയി നിന്ന് പാല് വെച്ചത് മറന്നുപോയി. കണ്ടോ, എല്ലാം തിളച്ച് തൂവി തറയിലെല്ലാം പോയി. എനിക്ക് സാധാരണ ഞാൻ അങ്ങനെ വെച്ചിട്ട് പോകുന്നതേ അല്ല. അമ്മാളും ഇപ്പം നേരത്തെ ഇന്ന് എണീറ്റ കാരണം അവൾ TV വെച്ചിട്ട് എന്തോത്തിനോ എന്നെ അങ്ങോട്ട് വിളിച്ച്. ഞാനും ഇച്ചിരി നേരം TV നോക്കി നിന്ന് എൻ്റെ പാൽ ഇത്രയും തിളച്ച് തൂവി. പിന്നെ ഓർത്തത് അയ്യോ പാലെടുപ്പിയിരിക്കുന്നെന്ന്. ഓടി വന്നപ്പോഴത്തേക്ക് പാലെല്ലാം തിളച്ച് തൂവി തറയിലെല്ലാമായി. പിന്നെ അതെല്ലാം വൃത്തിയാക്കുന്ന ഒരു മെനക്കെട്ട പണിയായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇനി അടുക്കളയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. ഇനിയിപ്പോൾ എന്താ തൂപ്പ് തുടപ്പ് അങ്ങനെയുള്ള കുറേ ജോലികളുണ്ട് ഇന്ന് കേട്ടോ. ഞാൻ എന്നും തുടയ്ക്കത്തില്ല കേട്ടോ. 3 ദിവസം കൂടുമ്പോഴൊക്കെ തുടയ്ക്കത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എന്നും തുടയ്ക്കാൻ പറ്റത്തില്ല, അത് കാരണമാണേ. പിന്നെ ഏതാണ്ട് ഇത് എൻ്റെ 10 മണിക്കകത്തതാ ആദ്യമായിട്ട് പൂടിച്ചതാ കേട്ടോ. അതാണ് നിങ്ങളെ കാണിച്ചത് കേട്ടോ. പിന്നെ ഇനി നാളത്തേക്ക് കാപ്പിക്കുള്ള അരി വെള്ളത്തിയിടണം. എന്ന് വെച്ചാൽ നാളെ വെള്ളയപ്പം ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പം അതിനുള്ള പച്ചരിയൊക്കെ രാവിലെ എടുത്ത് വെള്ളത്തിയിടില്ലെങ്കിൽ പിന്നെ ഞാനങ്ങ് മറന്നു വെള്ളത്തിയിടാൻ. അത് കാരണമാണേ. ഇന്നലെ ഞാൻ അരി വെള്ളത്തിയിടാൻ മറന്നത് കാരണമാണ് ഞാൻ പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് വെച്ചത്. അത് കണക്ക് ഇനി നാളെയും പുട്ടുണ്ടാക്കി കൊടുത്താൽ അവളുമാർ എന്നെ ഊട്ടിച്ചിട്ടടിക്കും. അത് കാരണം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അപ്പത്തിന് രാവിലെ തന്നെ അങ്ങ് അരിയുടെ വെള്ളത്തിയിടാമെന്ന്. അത് ഓർത്തപ്പോൾ തന്നെ ഞാൻ ആദ്യം ഓടി വന്നങ്ങ് ചെയ്ത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാനങ്ങ് മറന്നു. എല്ലാ ജോലിയും ചെയ്ത് നമ്മൾ പിന്നെ ഫോണും എടുത്തുകൊണ്ട് അവിടോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് മറന്നു. ഉച്ചയാകുമ്പോഴായിരിക്കും ഓർക്കുന്നത് അയ്യോ അരി വെള്ളത്തിൽ ഇട്ടിട്ടില്ലേ എന്ന്. അതാണ്ട് ഇതെൻ്റെ വള്ളിക്കുടിൽ കണ്ട, വള്ളിക്കുടിലൊന്നും അല്ല കേട്ടോ. അതേ ഒരു മണിമുല്ല എന്ന് പറയുന്ന ഒരു മുല്ല ഉണ്ടല്ലോ, അത് പടർന്ന് കിടക്കുക. അപ്പുറത്തെ വീട്ടിലെ മാവിനകത്ത് നിന്ന് എല്ലാ മാങ്ങ അതിൻ്റെ ഇടയിലാണ് വീഴുന്നത് കേട്ടോ. അത് പറക്കാൻ പോയതാണ്ടാ. ഞാൻ മാങ്ങയൊക്കെ പറക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ടേ. ഇതിപ്പോൾ ഒരു 2:30 മണിയൊക്കെ ആയപ്പോഴാണ് ഇതെടുക്കുന്നത്. ഞാൻ എന്താ ചോറ് കലമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ചോറെല്ലാം കഴിയും. ഉച്ച വരെ ഞങ്ങൾ ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ നേരത്തെ ഞാൻ പറക്കൊണ്ടുവന്ന മാങ്ങയെല്ലാം ദാണ്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് 3:30 ആയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. അന്ന് ജ്യൂസ് അടിച്ച് വെക്കാമെന്ന് വെച്ചേട്ടാ. ഇപ്പം നല്ല ചൂടല്ലേ, വൈകിട്ട് ചേട്ടൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും കുടിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ച ആ മാങ്ങ അങ്ങ് ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചേക്കാമെന്ന് കേട്ടോ. ഇതിപ്പോൾ കുടിക്കത്തില്ല, ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിരുന്നാണേ ജ്യൂസൊക്കെ കുടിക്കുന്നത്. എന്നൊന്നും ജ്യൂസൊന്നും അടിക്കാനൊന്നും കാണത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഒരു 5:30 ആയിട്ട്, 5:30 അല്ല ഒരു 4:30 സമയമായിട്ടുണ്ടേ. ഞാൻ എന്താ മിറ്റമൊക്കെ ഒന്ന് തൂക്കുവാണേ. എൻ്റെ കയ്യിൽ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. പിന്നെ ഇതാണ്ട് തുണി അലക്കുന്നത്. ഇതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ പണികളെല്ലാം ഒരുവിധം തീരും.
ഈ തുണിയും കൂടെ അലക്കി കഴിയുമ്പോൾ പിന്നെ എനിക്ക് കുളിച്ച് വിളക്ക് ഒറ്റിക്കുന്ന ജോലിയുള്ളൂ. ഇപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ട്, ഒരു 5:30 ആയിട്ടുണ്ട്. ഇനി കുളിച്ച് വിളക്ക് ഒറ്റിക്കുക എന്നുള്ളൊരു ജോലിയും കൂടെ ഉള്ളൂ കേട്ടോ. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഒരു സമാധാനമായിട്ട് ഇനി വിളക്കൊക്കെ തേച്ച് ഇച്ചിരി നേരം ഒന്ന് പ്രാർത്ഥിച്ച്, ഇതൊക്കെയാണ് എൻ്റെ ജോലി. എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് എന്നും വിളക്ക് കേൾക്കണം കേട്ടോ. എന്നും വിളക്ക് തേച്ച് കത്തിച്ചാലേ ഒരു സന്തോഷമുള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ? അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ എന്തുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.